ഐശ്വര്യയെ കുറിച്ച് രണ്ട് വാക്കാം. ഞാനും ആക്ച്വലി ഇപ്പം ഞങ്ങൾ മയമയർ എന്ന് പറഞ്ഞ സീരിയൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനിയത്തിയായിട്ടാണ് അതിൽ സ്വന്തം ലൈഫിലും അതുപോലെ തന്നെ അനിയത്തിയെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ടിനിടയിൽ നിന്ന് ഇവിടെ വന്ന് കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഐശ്വര്യയ്ക്കും ഹസ്ബൻഡിനും എല്ലാവിധ ആശംസകളും. നാളത്തെ വളരെ മനോഹരമായൊരു ജീവിതം അവർക്ക് സർവീസ് നൽകട്ടെ. ഐശ്വര്യ ഇങ്ങനെ ചായച്ചടിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ, എല്ലാവരും ഭയങ്കര കമ്പനിയാണല്ലേ? അതെ, അങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ അടുത്ത്? നമ്മുടെ അടുത്ത് അങ്ങനെ തന്നെയാണ്. ഭയങ്കര കമ്പനിയാണ്, എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഐശ്വര്യ വന്നു കഴിയുമ്പോൾ സെറ്റ് മൊത്തത്തിലൊന്ന് ഓണാവുന്നത് എല്ലാവരുമായിട്ടും ഭയങ്കര ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെ. ഇനി ലൈഫ് മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടാവുള്ളത്. ഞങ്ങൾ മാച്ചിനാ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഫ്രണ്ടിന്റെ കല്യാണത്തിന് കൂടാൻ പറ്റി. ഹാപ്പി. സൗഹൃദം ഞങ്ങൾ 6 years ആയിട്ടുള്ള സൗഹൃദമാണ്. ഷൂട്ടിന് വരുമ്പോൾ സ്റ്റാർ മാജിക് കണ്ടിട്ടുള്ള അവിടെ വെച്ച് കണ്ടിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങള്. അപ്പോൾ ഈ ഐശ്വര്യ ഭയങ്കര കമ്പനിയായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ? ആ, ഉറപ്പായിട്ടും അതെ. അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെയാണ്. ചില സമയത്ത് അവള് ഡൗൺ ആവും, പെട്ടെന്ന് വിഷമിക്കും, പെട്ടെന്ന് സങ്കടം, അങ്ങനെയൊക്കെ വരുന്ന കൂട്ടത്തിലാണ്. കൂടെ എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. അവളെ ഇങ്ങനെ ചിയറപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം. പാവമാണ്. കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നു? അതെ, വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങള് എപ്പോഴും ചോദിച്ചറിയണുണ്ടല്ലോ, കല്യാണമായോ ഐശു ഇത് പെട്ടെന്നായിരുന്നു പ്ലാനിലുണ്ടായിരുന്നു. ഇല്ല, പെട്ടെന്ന് ഉണ്ടായൊരു കല്യാണമാ. പെട്ടെന്ന് തന്നെ നടന്നു. ഹാപ്പി. നന്നായിട്ടുണ്ട്, ഭയങ്കര ഡിഷ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവള് ഫുൾ തിരക്കിലായിരുന്നു. ഞാനും ഇതേപോലെ ഷൂട്ടിനും കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. ഇവിടെ വന്ന് പിന്നെ എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അറിയിക്കുന്നുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട് അറിയിക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. ഐശ്വര്യയുടെ കല്യാണം എല്ലാം നല്ല മംഗളമായിട്ട് കഴിഞ്ഞു. പിന്നെ നല്ല ഫുഡും കാര്യങ്ങളും സൂപ്പർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിരുന്നു. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഐശ്വര്യമായിട്ടുള്ള സൗഹൃദം നമ്മുടെ സ്റ്റാർ മാജിക് മുതലാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഭയങ്കര കട്ട ചങ്സായിട്ട് ഞാൻ കൂടെ നിൽക്കുകയാണ്. അപ്പം കഴിഞ്ഞ ജൂൺ 30 എൻ്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ജൂൺ 30 ഐശ്വര്യ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ജൂൺ 30 ഐശ്വര്യൻ്റെ കല്യാണം. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഒരു സ്പെഷ്യൽ ഡേ എന്ന് ഓർത്തിരിക്കാനുള്ളൊരിതായിരുന്നു. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഐശ്വര്യ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് രണ്ടുപേരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കല്യാണം കഴിഞ്ഞിരിക്കണം. കല്യാണം കഴിഞ്ഞ് എനിക്ക് 3 മക്കളുണ്ട്. വളരെ സന്തോഷത്തോടെ അതിൻ്റെ ഞങ്ങളുടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ കൂടപ്പുറത്തിനെ പോലുള്ള സ്നേഹം. ഇങ്ങനെ ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇവരുടെയൊക്കെ സ്നേഹങ്ങളും ഞങ്ങളൊക്കെ എത്രത്തോളം ഓരോ ആളുകളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ മനസ്സിലാവണം ഇപ്പോഴാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ വല്ലാത്തൊരു ദുഃഖമുണ്ട്. ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിലെ ഗെയിമിൻ്റെ ഒരു പടക്കുതിരയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്നാലും ഞങ്ങളുടെ ഐശ്വര്യത്തോടെ നല്ലൊരു ജീവിതം കിട്ടിയതിൽ വലിയ സന്തോഷം. ഈ സമയത്തുള്ള ഒരാളെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മിസ് ചെയ്യാതിരിക്കില്ല. അതെപ്പോഴും അങ്ങനെ മിസ് ചെയ്യുന്ന ആളുകൾ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വേദന ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാറില്ല. എപ്പോഴും നമ്മളിപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഈ കൂടെ ഉണ്ടാകണമെന്നുള്ള സ്ഥിതി പറയേണ്ട കാര്യമില്ല. ഓർക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓർക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അത്ര വേദനയുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഐശ്വര്യന് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഐശ്വര്യം, സമ്പൽ സമൃദ്ധിയും ദൈവാധീനമൊക്കെ നല്ല ദാമ്പത്യ ജീവിതം ഐശ്വര്യം കിട്ടട്ടെ എന്ന് വന്യവാക്കായിട്ടല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.